എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ടുള്ള ഒരു നല്ല ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറയ്ക്കും അല്ലാതെ ഈവനിങ് സ്നാക്സാക്കി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇതിപ്പോൾ കണ്ട മുട്ടയാണെന്നൊന്നും കണ്ടാൽ പറയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടായപ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും 1-2 സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കണമെന്നില്ല, ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴത്തേനും ഒരു ക്യാരറ്റാണ് ഇതുപോലെ കൊത്തി അരിഞ്ഞത്. ക്യാരറ്റിന് പകരം നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചേർക്കാം, ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ 2 പച്ചമുളകും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അതെല്ലാം ആയിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 പൊട്ടറ്റോ ആണ് പുഴുങ്ങി പൊടിച്ചെടുത്താണ്, അതുകൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള സാധനം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് ഇതുപോലെ പുഴുങ്ങി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മുട്ട പുഴുങ്ങി നടുവേ മുറിച്ചെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം 2 കപ്പ് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഇതുപോലെ ചേർത്ത് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് അത്രയും സോഫ്റ്റ് ആകണ്ട, അത്രയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കേണ്ട കേട്ടോ. നമ്മുടെ സമോസയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി സോഫ്റ്റ് ആക്കണ്ട. എന്നിട്ട് ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് സമയത്തിന് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുന്ന സമയത്തിന് നമുക്ക് ഇതിന് വേണ്ട ഒരു കോട്ടിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയും ഉപ്പും കൂടെ ചേർത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അത് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്രയും മതിയാവും. ഇനി നമുക്കിത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ, പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഈ രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് അല്പം പൊടിയൊക്കെ വിതറി പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു റൗണ്ട് ഫിഗറിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പൂരിയുടെയൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി നടുവേ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലകൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. മസാലകൾ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി കൊണ്ട് ഇത് നടുവേ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കുക. അപ്പം മടക്കിയെടുക്കുമ്പോൾ നമുക്ക് ഫില്ലിങ്ങൊക്കെ ഒരുപാട് പുറത്തേക്ക് അങ്ങ് വരാതെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ എൻ്റെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. ബാക്കി ഇതുപോലെ കവർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക എല്ലാം കേട്ടോ. അപ്പോൾ ഇതിന് വളരെ രുചിയാണ്, കഴിക്കാനൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ. അപ്പോൾ ഈ നോമ്പ് തുറയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. അതിലും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും നമുക്ക് ഈവനിങ് സ്നാക്സിനൊക്കെ ആണെങ്കിലും ഗസ്റ്റിനൊക്കെ കൊടുക്കാം. നമ്മളിതിപ്പോൾ നേരത്തെ ഇങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഞാൻ ഇതുപോലെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു കോട്ടിങ് തയ്യാറാക്കിയില്ലായിരുന്നു, മൈദപ്പൊടിയും ഉപ്പും വെള്ളം കൂടെ. അതാണ് ആ കോട്ടിങ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ നല്ല രുചിയാണ്. അതുപോലെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഓപ്പണായിട്ടിരിക്കുന്ന ഭാഗം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് മുട്ടയ്ക്കകത്താണേലും ചെയ്യാം കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിൽ കോട്ടിംഗ് ഇല്ലെങ്കിൽ അതിന് പകരം മുട്ട വേണേലും ഉപയോഗിക്കാവുന്നതാണ്.
അപ്പം ഇതുപോലെ എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുന്ന ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് അല്പം കുറച്ച് വെക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വശം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാടിട്ടങ്ങ് കളറാക്കണ്ട. നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പം അത്യാവശ്യം എല്ലാം ഫില്ലിംഗ് ഒക്കെ നേരത്തെ വെന്താണല്ലോ, പിന്നെ പുറം ഭാഗം ഒന്ന് വേവാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അതുകൊണ്ടാണ് ഇടുന്നത്. ഇങ്ങനെ ഇട്ട് രണ്ട് വശം നന്നായിട്ടൊന്ന് മൂത്തെന്ന് തോന്നുന്നു കഴിയുമ്പം നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കണം. അപ്പം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. എണ്ണയിൽ കിടന്ന് തന്നെ ഇതുപോലെ തന്നെ വെന്ത് വരണം. ഇത് നമ്മൾ വലിയ ഫ്ലെയിമിലിട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. അപ്പം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം അവർക്ക് ഇങ്ങനത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്നാണെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ അറിയത്തുള്ളൂ എൻ്റെ രുചി നിങ്ങൾക്ക്. അപ്പം ഞാൻ ഒരു റൗണ്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ടാം റൗണ്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൊണ്ടോ ഇപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയല്ലേ. അതാ ഇതും പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ബ്രെഡ് ക്രംസിൽ മുക്കിയതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല, രണ്ട് ഷെയ്ഡായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല രുചികരമായ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.